വെൽക്കം ടു എ ന്യൂ വീഡിയോ സക്സസ് അക്കാഡമീസ് യൂട്യൂബ് ചാനൽ. അപ്പോൾ ഈ അടുത്ത് SSC വേറൊരു നോട്ടിഫിക്കേഷനും കൂടി റിലീസ് ചെയ്തിട്ടുണ്ട്, SSC CP5. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ പ്രീവിയസ്ലി ലാസ്റ്റ് നടന്ന എക്സാം എന്ന് പറയുന്നത് 2022 നവംബറിലാണ്. അപ്പോൾ ആ ഷിഫ്റ്റിലെ മാത്സ് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ഷിഫ്റ്റിൽ 50 ക്വസ്റ്റ്യൻ വീതം ഉള്ളതുകൊണ്ട് നമുക്ക് 50 ക്വസ്റ്റ്യനും കൂടി ഒരു വീഡിയോയിൽ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് 25 ക്വസ്റ്റ്യൻസിൻ്റെ 2 ഭാഗങ്ങളായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് ഡേയിൽ ഫസ്റ്റ് ഷിഫ്റ്റിലെ ഫസ്റ്റ് പാർട്ട് വീഡിയോ ആണിത്. നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ വോളിയം ഓഫ് എ ക്യൂബ് ഹൂസ് സർഫസ് ഏരിയ ഈസ് 54 cm²? ഒരു ക്യൂബിൻ്റെ സർഫസ് ഏരിയ 54 cm² ആണ്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ വോളിയമാണ് കാണേണ്ടത്. വോളിയത്തിൻ്റെ ഇക്വേഷൻ എന്താണ്? വോളിയം ഇസ് ഈക്വൽ ടു എ ക്യൂബ്. ഇതിൽ എ എന്ന് പറയുന്നത് ക്യൂബിൻ്റെ ഓരോ സൈഡാണ്, സൈഡിൻ്റെ ലെങ്ത് ആണ് എ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം എ കണ്ടുപിടിക്കണം. അതിനുവേണ്ടി എന്ത് ചെയ്യുക? സർഫസ് ഏരിയ എന്ന് പറയുന്നത് 6a² ആണ്. അപ്പോൾ 6a² സർഫസ് ഏരിയ, അതിൻ്റെ വാല്യൂ ആണ് എത്ര? 54 cm². അപ്പോൾ 6 വെച്ചിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ 9 വന്നു. അപ്പോൾ a² 9 ആണെങ്കിൽ a എത്ര വരും? √9, അതായത് 3 ആണ് സൈഡിൻ്റെ ലെങ്ത്ത്. അപ്പോൾ നമുക്ക് സൈഡിൻ്റെ ലെങ്ത്തായി. ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ വോളിയം ഇസ് ഈക്വൽ ടു 3 ക്യൂബ് വരും. 3 ക്യൂബ് എന്ന് പറയുന്നത് എത്രയാണ്? 27 cm³. ഓപ്ഷൻ നമ്പർ 3. ക്ലിയർ ആയല്ലോ? അടുത്ത ക്വസ്റ്റ്യൻ, what is the least value of x so that the number 8x5215 becomes divisible by 9? ഈ തന്നിരിക്കുന്ന നമ്പറിനോട്, അതായത് ഇതിൽ ഒരു ഡിജിറ്റ് നമുക്ക് തന്നിട്ടില്ല, എക്സ്. അപ്പോൾ ഈ നമ്പർ 9 വെച്ചിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റണമെങ്കിൽ എക്സിന് പറ്റുന്ന ഏറ്റവും ലീസ്റ്റ് ആയിട്ടുള്ള നമ്പർ ഇതാണ് കാണേണ്ടത്. ഒരു നമ്പർ 9 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റില്ലെങ്കിൽ 9 വെച്ചിട്ട് ഡിവിസിബിൾ ആണോ എന്ന് നമ്മൾ എങ്ങനെ ചെക്ക് ചെയ്യുക? 9ൻ്റെ ഡിവിസിബിലിറ്റി എന്ന് പറയുന്നത് ഡിജിറ്റിൻ്റെ സം എന്തായിരിക്കണം? 9 9ൻ്റെ മൾട്ടിപ്പിളോ ആയിരിക്കണം. എക്സ് ഒഴികെ ബാക്കി തന്നിരിക്കുന്ന ഡിജിറ്റിൻ്റെ സമ്മ് ചെക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ 8 + 5 + 2 + 1 + 5 എത്ര വരും? 21 എന്നാണ് വരിക. 21ന് ശേഷം വരുന്ന 9ൻ്റെ തൊട്ടടുത്ത മൾട്ടിപ്പിൾ ഏത് വരും? 3 × 9 27 ആണ് 21ന് ശേഷം വരുന്ന തൊട്ടടുത്തുള്ള മൾട്ടിപ്പിൾ. എന്തിനാണ് നമ്മൾ തൊട്ടടുത്തുള്ള മൾട്ടിപ്പിൾ നോക്കിയത്? കാരണം എക്സിൻ്റെ ലീസ്റ്റ് പോസിബിൾ വാല്യൂ ആണ് അവർ ചോദിച്ചേക്കുന്നത്. അപ്പോൾ 21നോട് എത്ര കൂട്ടിക്കഴിഞ്ഞാലാണ് 27 ആവുക? 6 കൂട്ടിക്കഴിഞ്ഞാലാണ് 26 ആവുക. അപ്പോൾ എക്സിൻ്റെ വാല്യൂ എത്ര ആയിരിക്കും? 6 ആയിരിക്കും എക്സിൻ്റെ വാല്യൂ. അപ്പോൾ 865,215 എന്ന് പറയുന്ന സംഖ്യ 9ൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. മനസ്സിലായല്ലോ? അടുത്ത ക്വസ്റ്റ്യൻ, ട്രയാങ്കിൾ ABC and DEF are two triangles such that triangle ABC congruent to triangle FDE. If AB is equal to 5 cm, angle B is equal to 40 degree and angle A is equal to 80 degree, then which of the following options is true? രണ്ട് ട്രയാങ്കിൾ ABC-യും DEF എന്താണ്? കോൺഗ്രുവൻ്റ് ആണ്. എപ്പോഴാണ് രണ്ട് ട്രയാങ്കിൾസ് കോൺഗ്രുവൻ്റ് ആണെന്ന് പറയാൻ പറ്റുക? അതിൻ്റെ കറസ്പോണ്ടിങ് സൈഡ്സും അതുപോലെ കറസ്പോണ്ടിങ് ആംഗിൾസ് എന്തായിരിക്കണം? ഈക്വൽ ആയിരിക്കണം. അപ്പോഴാണ് രണ്ട് ട്രയാങ്കിൾസ് കോൺഗ്രുവൻ്റ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റുക. അപ്പോൾ ഇതിൽ എങ്ങനെ വരും? ഇത് നോക്കുകയാണെങ്കിൽ AB-യുടെ ലെങ്ത്ത് എന്തിനോട് ഈക്വൽ ആയിരിക്കും? AB ഫസ്റ്റ് ട്രയാങ്കിളിൻ്റെ സൈഡാണ്. അത് രണ്ടാമത്തെ ട്രയാങ്കിളായിട്ടുള്ള രണ്ടാമത്തെ ട്രയാങ്കിളിൻ്റെ FD എന്ന് പറയുന്ന സൈഡിന് ഈക്വൽ ആയിരിക്കും. അതേപോലെ BC will be equal to DE and AC will be equal to FE. ഇങ്ങനെയാണ് സൈഡ്സിൻ്റെ റിലേഷൻ വരിക. അതേപോലെ തന്നെ ആംഗിൾ നോക്കുകയാണെങ്കിൽ ആംഗിൾ A will be equal to ആംഗിൾ F, ആംഗിൾ B will be equal to ആംഗിൾ D and ആംഗിൾ C will be equal to ആംഗിൾ E. തന്നിരിക്കുന്നത് AB 5 cm ആണ്. AB 5 cm ആണെങ്കിൽ പിന്നെ ആരായിരിക്കും 5 cm വരിക? FD ആയിരിക്കും 5 cm വരിക. അപ്പോൾ FD 5 cm വരുന്ന ഓപ്ഷൻ ആകെ കൂടി ഒന്ന് മാത്രമേ ഉള്ളൂ, ഓപ്ഷൻ നമ്പർ 3 അല്ലേ? FD അല്ലെങ്കിൽ DF 5 cm ആണ്. ഇനി ആംഗിളിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ആംഗിൾ A is equal to അല്ലെങ്കിൽ ആംഗിൾ F is equal to 80 degree ആണ്. അതേപോലെ ആംഗിൾ B will be equal to ആംഗിൾ D which is equal to 40 degree. അങ്ങനെയാണെങ്കിൽ മൂന്നാമത്തെ ആംഗിൾ എത്ര വരിക? ഒരു ട്രയാങ്കിളിൻ്റെ 3 ആംഗിളിൻ്റെ സം എപ്പോഴും 180 ഡിഗ്രി ആയിരിക്കും. മൂന്നാമത്തെ ആംഗിൾ എന്ന് പറയുന്നത് 80 + 40 + x ഈക്വൽ ടു 180. അപ്പോൾ എക്സിൻ്റെ വാല്യൂ എത്ര വന്നു? 180 - 120 ഈക്വൽ ടു 60 ഡിഗ്രി. അപ്പോൾ ആംഗിൾ E എന്ന് പറയുന്നത് എത്രയായി? ആംഗിൾ Eയും ആംഗിൾ Cയും 60 ഡിഗ്രി ആയി. അപ്പോൾ ഈ ഓപ്ഷനിൽ അങ്ങനെ തന്നെയല്ലേ? ആംഗിൾ E is equal to 60 ഡിഗ്രി. ക്ലിയർ ആയല്ലോ? അടുത്ത ക്വസ്റ്റ്യൻ,
Find the perimeter of a major sector of a circle of radius 12 meters whose minor sector subtend an angle of 75 degree at the center. ഓക്കെ, ഒരു സർക്കിളിൽ എന്താണ് മൈനർ സെഗ്മെൻറ്റിൻ്റെ ആംഗിൾ തന്നിട്ടുണ്ട് 75 ഡിഗ്രിയാണ്. അങ്ങനെയാണെങ്കിൽ കാണേണ്ടത് മേജർ സെഗ്മെൻറ്റിൻ്റെ ഫുൾ പെരിമീറ്റർ, അതിൻ്റെ ചുറ്റളവാണ് കാണേണ്ടത്. അപ്പോൾ എങ്ങനെ സെക്ടർ വരിക? സെക്ടർ എന്ന് പറയുന്നത് രണ്ട് റേഡിയസിൻ്റെ ഇടയിലുള്ള ഈ ഒരു പോർഷനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, സെക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ മൈനർ സെക്ടറിൻ്റെ ആംഗിൾ 75 ഡിഗ്രി ആണെങ്കിൽ ഈ മേജർ സെക്ടറിൻ്റെ ആംഗിൾ എത്ര വരും? 360 മൈനസ് 75. ഒരു ഫുൾ റൊട്ടേഷൻ എന്ന് പറയുന്നത് 360 ആണ്. അപ്പോൾ ഈ ആംഗിൾ എത്ര വരിക? 360ന്ന് 75 കുറയ്ക്കുക. അപ്പോൾ നമുക്ക് എത്ര വരും? 285 ഡിഗ്രി എന്നാണ് വരിക. ഓക്കെ അല്ലേ? അപ്പോൾ ഇതിന് ഫുൾ പെരിമീറ്റർ എന്ന് പറയുമ്പോൾ എന്താ? ഈ ആർക്ക് ലെങ്ത്ത് എന്ന് പറയുന്നത് ഇവിടെ നിന്ന് ഇവിടം വരെയുള്ള ലെങ്ത്ത്, ഇതും അതിൻ്റെ കൂടെ രണ്ട് റേഡിയസിൻ്റെ ലെങ്ത്ത് ഇല്ലേ, ഇതും കൂടി വരുമ്പോഴാണ് ഈ സെക്ടറിൻ്റെ ഫുൾ പെരിമീറ്റർ ആവുക. ആർക്ക് ലെങ്ത്ത് മാത്രം ചോദിച്ചിട്ടുള്ളെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഈ കാണുന്ന ലെങ്ത്ത് മാത്രം കണ്ടാൽ മതിയായിരുന്നു. പക്ഷേ പെരിമീറ്റർ ഫുൾ ചോദിച്ചേക്കുന്നുണ്ട് ആർക്ക് ലെങ്ത്തും പിന്നെ ഈ രണ്ട് റേഡിയസ് വരുന്ന ഈ ഒരു ഏരിയയിലെ ലെങ്ത്തും കൂടി നമ്മൾ ആഡ് ചെയ്യണം. എങ്ങനെ ആർക്ക് ലെങ്ത്ത് കാണാം? ആർക്ക് ലെങ്ത്ത് ഇസ് ഈക്വൽ ടു 2πr ഇൻറ്റു തീറ്റ ബൈ 360. നമുക്ക് തീറ്റ അറിയാലോ, മേജർ സെക്ടറിൻ്റെ തീറ്റ 285 ആണ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. പൈ അങ്ങനെ തന്നെ ഇട്ടാൽ മതി, കാരണം എല്ലാ ഓപ്ഷനിലും എന്താണ് പൈ ഉണ്ട്. അപ്പോൾ 2 ഇൻറ്റു പൈ ഇൻറ്റു ആർ എത്രയാണ്? 12 സെൻറ്റിമീറ്റർ ആണ്. ഇൻറ്റു 285 ഡിവൈഡഡ് ബൈ 360. അപ്പോൾ നമ്മൾ 12നെ 360 വെച്ചിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ 30 എന്ന് വരും. 15 30 വെച്ചിട്ട് 30നെ 2 വെച്ചിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ 15 വരും. 15 ഇൻറ്റു 19 ആണെന്ത്? 285. അപ്പോൾ നമുക്ക് ആർക്ക് ലെങ്ത്ത് കിട്ടി, അതായത് ഇത്ര ലെങ്ത്ത് കിട്ടി. എത്രയാണ്? 19 പൈ യൂണിറ്റ് ആണ് ഈ കാണുന്ന ലെങ്ത്ത്. കഴിഞ്ഞിട്ടില്ലല്ലോ, പിന്നെ എന്തും കൂടി ആഡ് ചെയ്യണം. രണ്ട് ഭാഗത്തും ഓരോ റേഡിയസ് ഉണ്ട്, അപ്പോൾ അതും കൂടി ആഡ് ചെയ്യുമ്പോൾ 12 പ്ലസ് ഇപ്പോൾ കിട്ടിയ 19 പൈ. 19 പൈ എന്തായിരുന്നു? ആർക്ക് ലെങ്ത് ആണ്. ഇത് രണ്ട് റേഡിയസ് ഈ സൈഡിലെയും ഈ സൈഡിലെയും. ടോട്ടൽ എത്ര വന്നു? 24 പ്ലസ് 19 പൈ മീറ്റേഴ്സ്. ഓപ്ഷൻ നമ്പർ 3. ക്ലിയർ ആയില്ലേ? ഇങ്ങനെയാണ് നമ്മളൊരു സെക്ടറിൻ്റെ ടോട്ടൽ പെരിമീറ്റർ കാണുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ പ്രൊഡക്ഷൻ ഓഫ് കമ്പനി സി ഇൻ 2015 ആൻഡ് ദ പ്രൊഡക്ഷൻ ഓഫ് കമ്പനി ബി ഇൻ 2018? സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. തന്നിരിക്കുന്ന ഗ്രാഫിൽ നിന്ന് 2018 കമ്പനി ബിയുടെ പ്രൊഡക്ഷനിൽ നിന്ന് 2015 കമ്പനി സിയുടെ പ്രൊഡക്ഷൻ മൈനസ് ചെയ്താൽ മാത്രം മതി. 2018 ബിയുടേത് 55 ലക്ഷം ടണ്ണാണ്. ഇത് നമുക്ക് തന്നിരിക്കുന്നത് ലാക്ക് ടണ്ണിലാന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് ഇത് ലാക്ക് ടണ്ണിലാണ് തന്നേക്കുന്നത്. അപ്പോൾ 2018 ബിയുടേത് 55 ലക്ഷം ടൺസ് ആണ്. അതേപോലെ കമ്പനി സിയുടെ 2015 നോക്കുമ്പോൾ 45 ലക്ഷം ടണ്ണാണ്. ഓക്കെ അല്ലേ? അപ്പോൾ ഇത് മൈനസ് ചെയ്യുമ്പോൾ എത്ര വരും? 10 ലക്ഷം ടണ്ണ് വരും. 10 ലക്ഷം എന്ന് പറയുമ്പോൾ എത്ര പൂജ്യം വരും? 6 പൂജ്യം വരും. അപ്പോൾ ഓപ്ഷനിൽ 6 പൂജ്യമുള്ള ഓപ്ഷൻ ഏതാണെന്ന് നോക്കുക. ഓപ്ഷൻ നമ്പർ 2, ഇതിലാണ് 6 പൂജ്യം വരിക. അപ്പോൾ ഇത്രയും 10 ലക്ഷം ടണ്ണാണ് ഇവർ തമ്മിലുള്ള പ്രൊഡക്ഷൻ്റെ ഡിഫറൻസ്. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ, എ നമ്പർ വെൻ ഡിവൈഡഡ് ബൈ 15 and 18 എവറി ടൈം ലീവ്സ് 3 ആസ് എ റിമൈൻഡർ. ദ ലീസ്റ്റ് പോസിബിൾ നമ്പർ ഈസ്. ഏതോ ഒരു നമ്പർ അത് നമ്മൾ 15 വെച്ചും 18 വെച്ചിട്ടും ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് എത്രയായിട്ട് റിമൈൻഡർ കിട്ടും? 3 ആയിരിക്കും എപ്പോഴും റിമൈൻഡർ. അങ്ങനെ പറ്റുന്ന ഏറ്റവും ലീസ്റ്റ് നമ്പറാണ് വെച്ചേക്കുന്നത്. ഇത് ഒന്നുകിൽ നമുക്ക് ഓപ്ഷൻ വെച്ചിട്ട് ചെയ്യാം, അല്ലെങ്കിൽ LCM കണ്ടുപിടിച്ചിട്ട് ചെയ്യാം. ഓപ്ഷൻ വെച്ചിട്ട് ചെയ്യുമ്പോൾ എങ്ങനെ ചെയ്യേണ്ടത്? 3 റിമൈൻഡർ ആണ്. അപ്പോൾ നമ്മളിതിൽ നിന്ന് 3 മൈനസ് ചെയ്യുക എല്ലാ ഓപ്ഷനിൽ നിന്നും. ഇവിടെ എത്ര വരും? 80 വരും, 100 വരും, 90 വരും, 36 വരും. എന്നിട്ട് ഇതിൽ 15 കൊണ്ടും 18 കൊണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പർ ഏതാണെന്ന് ചെക്ക് ചെയ്യുക. അപ്പോൾ 80 എടുക്കുകയാണെങ്കിൽ 80 ഇതിനെ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? ഇല്ല, 15ൻ്റെ മൾട്ടിപ്പിൾ അല്ല 8. അതേപോലെ 100 ആരുടെ മൾട്ടിപ്പിൾ അല്ല? 18ൻ്റെ മൾട്ടിപ്പിൾ അല്ല, 15ൻ്റെ മൾട്ടിപ്പിളും അല്ല. 36 എന്തായാലും വരില്ല, കാരണം
15 എന്ന് പറയുന്നത് 5ൻ്റെ മൾട്ടിപ്പിൾ ആണ്. 36 5ൻ്റെ മൾട്ടിപ്പിൾ അല്ല. അപ്പോൾ 36 എന്തായാലും ആൻസറിൽ വരില്ല. പിന്നെ ആരേ ഉള്ളൂ? 90 വരുള്ളൂ. അപ്പോൾ 90 വെച്ചിട്ട് നമുക്ക് 15ഉം 18ഉം വെച്ചിട്ട് 19 ഡിവൈഡ് ചെയ്യാം. അപ്പോൾ ആൻസർ ഏതായിരിക്കും? ഓപ്ഷൻ നമ്പർ 3 93 ആയിരിക്കും. അല്ലെങ്കിൽ LCM വെച്ചിട്ട് കാണാം. എന്ത് ചെയ്യണം? ആദ്യം 15ൻ്റെയും 18ൻ്റെയും LCM കാണാം. അതെത്ര വരും? 90 വരും. ഇനി 3 റിമൈൻഡർ ആയിട്ട് എല്ലാ തവണയും കിട്ടുമെന്ന് പറഞ്ഞേക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യണം? ആ കിട്ടുന്ന റിമൈൻഡർ ഇവിടെ 3 ആണ്. ആ 3 ഇതിലേക്ക് ആഡ് ചെയ്യുക. 90 + 3 93. അതായത് LCMലേക്ക് തന്നിരിക്കുന്ന റിമൈൻഡർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അവർ ചോദിക്കുന്ന ആ ലീസ്റ്റ് പോസിബിൾ വാല്യൂ ഏതാണെന്ന് മനസ്സിലാവും. ഓക്കെ അല്ലേ? 4 numbers are in the ratio 1:2:3:5. 2 times their sum is 44. Find the ratio in the numbers obtained by subtracting 3 from the cube of each number. 4 നമ്പേഴ്സ് ഉണ്ട്. ഇവരുടെ റേഷ്യോ 1:2:3:5 ആണ്. ഇതിൻ്റെ 2 ഇരട്ടി എടുത്തിട്ട് അതെല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? അതിൻ്റെ സം 44 ആണ്. അങ്ങനെയാണെങ്കിൽ കാണേണ്ട റേഷ്യോ എന്ന് പറയുന്നത് ഈ ഒറിജിനൽ നമ്പറിൻ്റെ ക്യൂബ് കണ്ടിട്ട് ആ ക്യൂബിൽ നിന്ന് 3 കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്രയായിരിക്കും, ഏതൊക്കെയായിരിക്കും റേഷ്യോ കിട്ടുക? അപ്പോൾ ആദ്യം എന്ത് ചെയ്യുക? 44 എന്ന് പറയുന്നത് ഇതിൻ്റെ ഡബിൾ എടുത്തിട്ടുള്ള സമ്മ. അപ്പോൾ നമുക്ക് ഓരോ റേഷ്യോൻ്റെയും ഡബിൾ എടുക്കാം. അപ്പോൾ ആദ്യത്തെ കേസിൽ 1ൻ്റെ ഡബിൾ എന്ന് പറയുമ്പോൾ 2x, 4ൻ്റെത് 2 × 4x, 3 × 6x, 5 × 10x. അപ്പോൾ എത്ര വന്നു? 22x എന്ന് വരും. ഓക്കെ അല്ലേ? ഡബിൾ എടുത്ത് നമ്മളിതിൻ്റെ ആഡ് ചെയ്തപ്പോൾ 22x എന്ന് കിട്ടി. ഈ 22xൻ്റെ ശരിക്കും വാല്യൂ എത്രയാണ്? 44 ആണ്. കാരണം തന്നിരിക്കുന്ന സംഖ്യകളുടെ ഡബിളിൻ്റെ സമ്മാണ് 44. അപ്പോൾ 22x ആണ് 44. അങ്ങനെയാണെങ്കിൽ എക്സിൻ്റെ വാല്യൂ എത്ര വന്നു? 2 വന്നു. എക്സിൻ്റെ വാല്യൂ 2 ആണെങ്കിൽ ഈ ഓരോ നമ്പറും ശരിക്കും എത്രയൊക്കെ വീതമാണ്? 2ഉം 4ഉം 6ഉം 10ഉം ആണ് ഓരോ നമ്പർ. നമ്മൾ ഈ 2 വെച്ചിട്ട് എല്ലാത്തിനെയും മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ കിട്ടുന്നതാണ് ഒറിജിനൽ നമ്പർ. ഇനി ചെയ്യേണ്ടത് ഇതിൻ്റെ എല്ലാവരുടെയും ക്യൂബ് എടുക്കുക. എത്ര വരും ക്യൂബ് എടുക്കുമ്പോൾ? 2ൻ്റെ ക്യൂബ് 8, 4ൻ്റെത് 64, 6ൻ്റെത് 216, 10ൻ്റെത് 1000. ഇനി 3 കുറച്ച് കഴിഞ്ഞാൽ 5:61 ഓപ്ഷൻ നോക്കുക. 5 നിന്ന് തുടങ്ങുന്ന ഒറ്റ ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ബാക്കി കംപ്ലീറ്റ് ചെയ്യണമെന്നില്ല. ഓപ്ഷൻ നമ്പർ 2 ചൂസ് ചെയ്യാം. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ ട്രിഗ്നോമെട്രിയിലെ ക്വസ്റ്റ്യൻ ആണ്. 16 sec square minus 16 sec square a minus 16 tan square a. ഇതിൻ്റെ വാല്യൂ ആണ് കാണേണ്ടത്. അപ്പോൾ ആദ്യം എന്ത് ചെയ്യണം? നമ്മൾ സീക്കിനെയും ടാനിനെയും സ്പ്ലിറ്റ് ചെയ്ത് എഴുതുക. സീക്ക് എന്ന് പറയുന്നത് എന്തിൻ്റെ റെസിപ്രോക്കലാണ്? കോസിൻ്റെ റെസിപ്രോക്കലാണ്. അപ്പോൾ ഇതിന് 16/cos² എന്ന് എഴുതാമല്ലോ. കാരണം sec square a is equal to 1/cos² എന്നാണ്. അതേപോലെ ടാൻ എന്ന് പറഞ്ഞാൽ എന്താണ്? tan is equal to sin a/cos a ആണ്. അപ്പോൾ tan square a എന്ന് പറയുമ്പോൾ sin square a/cos square a. sin square a/cos square a. ഇതാണ് കാണേണ്ടത്. നോക്കിക്കേ, ഡിനോമിനേറ്ററിൽ രണ്ടും cos square a ആണ്. അപ്പോൾ എന്ത് ചെയ്യുക? ന്യൂമറേറ്റർ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് സബ്സ്ട്രാക്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ 16 ഉണ്ട്, ഇവിടെ 16 ഉണ്ട്. 16 പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ എന്ത് വരും? 1 ആണ് ബാക്കി വരിക. ഇവിടെയാണെങ്കിൽ ഒരു sin square a ബാക്കിയുണ്ട് ഡിവൈഡഡ് ബൈ cos square a. ഇനി 1 - sin square എയുടെ വാല്യൂ എന്താണ്? നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ഐഡൻറ്റിറ്റിയാണ്, ഇക്വേഷനാണ്. sin square a + cos square a = 1 അല്ലേ? ഇതിൽ നിന്ന് sin squareന് അപ്പുറത്തേക്ക് കൊണ്ടുപോയി. ഇപ്പോൾ എന്ത് വരും? cos square a = 1 - sin square a. അതന്നെയല്ലേ കിടക്കുന്നത്? 1 - sin square a. അപ്പോൾ 1 - sin squareയുടെ വാല്യൂ എത്രയാണ്? cos square a. 16 × cos square a ഡിവൈഡഡ് ബൈ cos square a. cos square aയും cos square aയും കട്ട് ചെയ്തു. ബാക്കി എത്രയേ ഉള്ളൂ? 16. അപ്പോൾ ഓപ്ഷൻ ഏതായിരിക്കും? ഓപ്ഷൻ നമ്പർ 3. ഇങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ ചെയ്യുക. അടുത്തത്, in a triangle ABC, DE is parallel to BC in such a way that ADB and AEC. If angle ACB is equal to 40 degree, then find angle DAE plus angle ADE. ഓക്കെ, ഒരു ട്രയാങ്കിൾ ഉണ്ട് ABC, ABC. ഇതിൽ
ബി സിനോട് പാരലായിട്ട് വരുന്ന ലൈനാണ് ഏത്? ഡി ഇ. ബി സിക്ക് പാരലായിട്ട് വരുന്ന ലൈൻ ഡി ഇ വരച്ചു. ആംഗിൾ എ സി ബി, അതായത് ഈ ഒരു ആംഗിൾ എത്ര വരും? 40 ഡിഗ്രി. ഈ ആംഗിൾ 40 ഡിഗ്രി ആണെങ്കിൽ ഈ ആംഗിൾ എത്ര വരിക? ഇതെന്ത് ടൈപ്പ് ഓഫ് ആംഗിൾസാണ്? അപ്പോൾ നമ്മൾ രണ്ട് പാരലൽ ലൈൻസ് വരച്ചു, അതിനൊരു ട്രാൻസ്വേഴ്സ് ലൈൻ വെച്ചിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഫോം ചെയ്യുന്ന രണ്ട് ആംഗിൾസ് എങ്ങനെയായിരിക്കും? ഇവർ ഈക്വൽ ആയിരിക്കും. ഇവരെ നമ്മൾ കറസ്പോണ്ടിങ് ആംഗിൾ പെയർ എന്നാണ് പറയുക. അപ്പോൾ അതേപോലെ തന്നെയല്ലേ ഇത് രണ്ട് പാരലൽ ലൈൻസ്, ഇതിനെ കട്ട് ചെയ്തിട്ട് ട്രാൻസ്വേഴ്സ് ലൈൻ എന്ന് പറയുന്നത് ട്രയാങ്കിളിൻ്റെ സൈഡാണ്. അപ്പോൾ ഇത് 40 ആണെങ്കിൽ ഇതും 40 ആണ്. ഓക്കെ ആണല്ലോ. ഇനി കാണേണ്ടത് ഡി എ ഇ, അതായത് ഈ ആംഗിളിൻ്റെയും എ ഡി ഇ, ഈ ആംഗിളും, അതായത് ട്രയാങ്കിൾ എ ഡി ഇയിലെ രണ്ട് ആംഗിളിൻ്റെ സമ്മാണ് കാണേണ്ടത്. അപ്പോൾ ഇത് എക്സും ഇത് വൈയും ആണെങ്കിൽ എങ്ങനെ വരും? ട്രയാങ്കിൾസിൻ്റെ മൂന്ന് ആംഗിൾസിൻ്റെ സം 180 ആണ്. അപ്പോൾ എക്സ് പ്ലസ് വൈ പ്ലസ് 40 ഈക്വൽ ടു 180. അപ്പോൾ എക്സ് പ്ലസ് വൈ എത്രയായി? 180 മൈനസ് 40 ഈക്വൽ ടു 140 ഡിഗ്രി. ഓപ്ഷൻ നമ്പർ 4. ക്ലിയർ ആണല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ. The angles of a triangles are in the ratio 1:1:2. What percentage of the total internal angle is the greatest angle? ഒരു ആംഗിളിൽ ഒരു ട്രയാങ്കിളിൽ മൂന്ന് ആംഗിൾസിൻ്റെ റേഷ്യോ വന്നിട്ടുണ്ട് 1:1:2. അങ്ങനെയാണെങ്കിൽ ഇതിൽ ഗ്രേറ്റസ്റ്റ് ആംഗിൾ ടോട്ടൽ ഇൻറ്റേർണൽ ആംഗിളിൻ്റെ സമ്മിൻ്റെ എത്ര പെർസെൻറ്റേജ് ആണ്? നമ്മളിപ്പോൾ പറഞ്ഞുള്ളൂ ഒരു ട്രയാങ്കിളിലെ മൂന്ന് ആംഗിൾസിൻ്റെ സം എത്രയായിരിക്കും? 180 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ 1x പ്ലസ് 1x പ്ലസ് 2x എത്രയാണ്? 180 ആണ്. ഇത് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 4x എന്ന് വരും. 4x 180 ഡിഗ്രി ആണെങ്കിൽ എക്സ് എത്ര ഡിഗ്രി വരും? 180/4. 180/4 ചെയ്യുമ്പോൾ 45 ഡിഗ്രി എന്നാണ് വരിക. അപ്പോൾ എന്തായി ആംഗിൾസ്? 45ഉം 90ഉം. ഓക്കെ അല്ലേ? മൂന്ന് ആംഗിൾസ് കിട്ടി. ഇനി ചോദിച്ചു വെക്കുന്നത് ഗ്രേറ്റസ്റ്റ് ആംഗിൾ ടോട്ടൽ ആംഗിളിൻ്റെ സം എത്ര? ടോട്ടൽ ആംഗിളിൻ്റെ സം 180 ആണ്. ഇതിൻ്റെ എത്ര പെർസെൻറ്റേജ് ആണെന്ന് ചോദിച്ചേക്കുന്നത്? ചെയ്യുമ്പോൾ 50%. ഓപ്ഷൻ നമ്പർ 1. ക്ലിയർ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ. ഇൻ ആൻ ഇലക്ഷൻ ബിറ്റ്വീൻ ടു പാർട്ടീസ് എ ആൻഡ് ബി, എ ഗെറ്റ്സ് 37% ഓഫ് ടോട്ടൽ വോട്ട് കാസ്റ്റ് ആൻഡ് ദസ് ലോസ്റ്റ് ബൈ 338 വോട്ട്. The total number of casted vote is. Assume none of the votes were declared invalid. ഒരു ഇലക്ഷനിൽ രണ്ട് ആൾക്കാരുണ്ട്, എയും ബിയും. അല്ലെങ്കിൽ എക്ക് എത്ര കിട്ടി? എക്ക് 37% വോട്ടും ബാക്കി അപ്പോൾ ആർക്കായിരിക്കും? ബാക്കി ബിക്കും കിട്ടും. എന്നിട്ട് എ തോറ്റത് 338 വോട്ടിനാണ്. അങ്ങനെയെങ്കിൽ ടോട്ടൽ എത്ര പേരാണ് വോട്ട് ചെയ്തത്? അപ്പോൾ എ 37 ആണെങ്കിൽ ബിക്ക് എത്ര വരും? നമ്മൾ പെർസെൻറ്റേജിൽ പറയുന്നതുകൊണ്ട് ടോട്ടൽ എത്രയായിരിക്കും? ടോട്ടൽ 100% ആയിരിക്കും. അപ്പോൾ 100ൽ 37% എക്ക് കിട്ടി. അപ്പോൾ ബാക്കി എത്ര പെർസെൻറ്റേജാണ്? 63% ആണ് ആർക്ക് വരുന്നത്? ബിക്ക് വരുന്നത്. അപ്പോൾ ബിക്കാണ് കൂടുതൽ വോട്ട് കിട്ടിയേക്കുന്നത്. ബി ആണ് ജയിച്ചിരിക്കുന്നത്. എത്ര വോട്ടിന്? 338 വോട്ടിന്. അതായത് ഇവർ തമ്മിലുള്ള വോട്ടിൻ്റെ ഡിഫറൻസ് ആണ് 338. ഡിഫറൻസ് എത്രയാണ്? 63 മൈനസ് 37. 26. അപ്പോൾ 26 യൂണിറ്റ് ആണ് എത്ര? 338. മനസ്സിലായല്ലോ? എക്ക് 37%. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ 100 ആയതുകൊണ്ട് ബിക്ക് 63% ആയിരിക്കും. എ 338 വോട്ടിനാണ് തോറ്റത്. അതായത് ഇവർക്ക് രണ്ടുപേർക്കും കിട്ടിയ വോട്ടിൻ്റെ ഡിഫറൻസ് ആണ് 338. ഡിഫറൻസ് എത്രയാണ്? 63 മൈനസ് 37, 26 യൂണിറ്റ് എന്ന് വരും. 26 യൂണിറ്റ് ആണ് 338. അങ്ങനെയാണെങ്കിൽ ഒരു യൂണിറ്റ് എത്രയാണ്? 338 ഡിവൈഡ് ബൈ 26. ഇത് ചെയ്യുമ്പോൾ 26 ഇൻറ്റു 13 ആണ് എത്ര വരിക? 338 വരുന്നത്. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ വോട്ട് എത്രയാണ്? 100% ആണ്. 100% ഈസ് ഈക്വൽ ടു 338 ഇൻറ്റു 13 ഇൻറ്റു 100 1300. ഓപ്ഷൻ നമ്പർ 2. ഓക്കെ ആണല്ലോ? അടുത്ത ക്വസ്റ്റ്യൻ. ഡിറ്റർമൈൻ ദ ടോട്ടൽ സർഫസ് ഏരിയ ഓഫ് എ ഹെമിസ്ഫിയർ ക്ലോസ്ഡ് അറ്റ് ബോട്ടം. റേഡിയസ് ഓഫ് ദ ഹെമിസ്ഫിയർ ഈസ് √25/π യൂണിറ്റ്. ഒരു ഹെമിസ്ഫിയറിൻ്റെ റേഡിയസ് √25/π യൂണിറ്റ് ആണ്. അപ്പോൾ ഇതിൻ്റെ ടോട്ടൽ സർഫസ് ഏരിയ ആണ് കാണേണ്ടത്. ടോട്ടൽ സർഫസ് ഏരിയ എത്ര വരും? ഹെമിസ്ഫിയറിനെ സംബന്ധിച്ച് ഇതിന് കേർഡ് സർഫസ് ഏരിയ എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്, ടോട്ടൽ സർഫസ് ഏരിയ ഉണ്ട്. ഒരു ഹെമിസ്ഫിയർ വരയ്ക്കുകയാണെങ്കിൽ
ഏകദേശം ഇങ്ങനെയല്ലേ വരിക. അപ്പോൾ ഇതിൻ്റെ ടോപ്പ് പോർഷനിൽ വരുന്നത്, അതായത് ഇതിൻ്റെ ബൾജ് ചെയ്ത് നിൽക്കുന്ന ഭാഗത്തിന് എന്ത് പറയുന്നത്, കേർഡ് സർഫസ് ഏരിയ എന്ന് പറയുന്നത്, അത് 2πr² ആയിരിക്കും. അതേപോലെ തന്നെ താഴെ ഒരു സർക്കിളും കൂടി ഇല്ലേ, സർക്കിളിൻ്റെ ഏരിയ എത്രയാണ്, πr². അപ്പോൾ ടോട്ടൽ ഏരിയ എത്രയായി, 3πr² ആണ് ഒരു ഹെമിസ്ഫിയറിൻ്റെ ടോട്ടൽ സർഫസ് ഏരിയ. അതാണ് കാണേണ്ടത്. 6 തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 3 × π അങ്ങനെ തന്നെ എഴുതിയാൽ മതി. 3 × π r² ആണ്. ആറിൻ്റെ വാല്യൂ ആണ് √25/π. അപ്പോൾ r² എത്ര വരും, അതിൻ്റെ സ്ക്വയർ എടുക്കുമ്പോൾ 25/π എന്ന് വരും. പൈയും പൈയും കട്ടായിപ്പോയി. 3 × 25 = 75 യൂണിറ്റ് സ്ക്വയർ. ഓപ്ഷൻ നമ്പർ 2. അടുത്തത് ഫൈൻഡ് ദ വാല്യൂ ഓഫ് ക്യൂബ് റൂട്ട് ഓഫ് -2744 ഇൻറ്റു ക്യൂബ് റൂട്ട് ഓഫ് -216 ഡിവൈഡ് ബൈ ക്യൂബ് റൂട്ട് ഓഫ് 64 ഡിവൈഡ് ബൈ 729. ചുമ്മാ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ക്യൂബ് റൂട്ട് കാണുക, ചെയ്യാം. 2744 ക്യൂബ് റൂട്ട് എത്രയാണ്, 14 ആണ്. അപ്പോൾ മൈനസ് ഉള്ളതുകൊണ്ട് നമുക്കൊരു -14 എന്ന് വരും. അതേപോലെ 216 എന്തിൻ്റെ ക്യൂബാണ്, 6-ൻ്റെതാണ്. അപ്പോൾ -6 ഡിവൈഡഡ് ബൈ 64 4-ൻ്റെതും ഡിവൈഡഡ് ബൈ 729 9-ൻ്റെ ക്യൂബാണ്. പിന്നെ 9 എങ്ങോട്ടേക്ക് പോകും, ഇങ്ങോട്ടേക്ക് പോകും. നെഗറ്റീവും കൂടി പ്ലസ് ആകും. 14 × 6 × 9 ഡിവൈഡ് ബൈ 4. 2 വെച്ചിട്ട് കട്ട് ചെയ്യുമ്പോൾ 7, എഗെയിൻ 2 വെച്ചിട്ട് കട്ട് ചെയ്യുമ്പോൾ 3. അപ്പോൾ 4 മൊത്തത്തിൽ പോയി. 21 × 9 എന്ന് പറയുമ്പോൾ 189. ഓപ്ഷൻ നമ്പർ 1. അടുത്ത ദിവസത്തിലേക്ക് പോവാം. The average salary of all the employees in a company is ₹14,000. The average salary of 5 technicians is ₹18,000 and the average salary of the rest is ₹13,200. The total number of the employees in the company. ഒരു കമ്പനിയിലെ എല്ലാവരുടെയും കൂടിയിട്ടുള്ള ആവറേജ് എത്രയാണ്, 14,000 രൂപയാണ് ടോട്ടൽ ആവറേജ് സാലറി. അതേപോലെ ആ കൂട്ടത്തിൽ 5 ടെക്നീഷ്യൻ്റെ മാത്രം സാലറി 18,000, ആവറേജ് സാലറി 18,000. അതുപോലെ ബാക്കിയുള്ള ആൾക്കാരുടെ ആവറേജ് സാലറി 13,200 ആണ്. കാണേണ്ടത് ടോട്ടൽ എത്ര ആൾക്കാരാണ് ഈ കമ്പനിയിലുള്ളത്. അപ്പോൾ ഇത് ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന മെത്തേഡ് അലിഗേഷൻ വെച്ചിട്ടാണ്. ഇങ്ങനെ അലിഗേഷൻ വെച്ചിട്ട് ചെയ്യാം. ഇവിടെ ഒരു ടീമിൻ്റെ ആവറേജ് ഉണ്ടാകും, ഇവിടെ മറ്റേ ടീമിൻ്റെ ആവറേജ് ഉണ്ടാകും. നടുക്ക് എന്താണ് വരുന്നത്, ടോട്ടൽ ആ ഗ്രൂപ്പിൻ്റെ മൊത്തത്തിലുള്ള ആവറേജ് ആണ് നടുക്ക് വരാം. എന്നിട്ട് ഈ ആവറേജിൽ നിന്ന് ഇത് കുറയ്ക്കുമ്പോൾ ഇവിടെ ഒരു വാല്യൂ കിട്ടും. അതേപോലെ ഇവിടെ നമ്മൾ മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ ഒരു വാല്യൂ കിട്ടും. അപ്പോൾ ഈ കിട്ടുന്ന x:y എന്ന് പറയുന്നത് എന്തിൻ്റെ റേഷ്യോ ആയിരിക്കും, നമ്പർ ഓഫ് ആൾക്കാരുടെ റേഷ്യോ ആയിരിക്കും. ഓക്കെ അല്ലേ. അപ്പോൾ ഇതേപോലെ തന്നെ ഈ ക്വസ്റ്റിലേക്ക് അപ്ലൈ ആണെങ്കിൽ 14,000 എന്ന് പറയുന്നത് ടോട്ടൽ ഗ്രൂപ്പിൻ്റെ ആവറേജ് ആണ്. അപ്പോൾ അത് എവിടെ എഴുതണം, നടുക്കായിരിക്കണം ടോട്ടൽ ഗ്രൂപ്പിൻ്റെ ആവറേജ് എഴുതേണ്ടത്. അപ്പോൾ 14,000 നടുക്ക് എഴുതി. ഇനി ഈ സൈഡിൽ ടെക്നീഷ്യൻ്റെ എഴുതാണെങ്കിൽ ടെക്നീഷ്യൻ്റെ എത്രയാണ് സാലറി ആവറേജ് വരുന്നത്, 18,000 ആണ്. ബാക്കിയുള്ള ആളുകളുടേത് 13,200 ആണ്. ഇനി എന്ത് ചെയ്യുക, ഇത് രണ്ടും മൈനസ് ചെയ്തിട്ട് പോസിറ്റീവ് വാല്യൂ എടുക്കാം. 18,000 നിന്ന് 14,000 പോയി കഴിഞ്ഞാൽ 4,000 എന്ന് കിട്ടും. അതേപോലെ 14,000 നിന്ന് 13,200 കുറച്ച് കഴിഞ്ഞാൽ 800 എന്ന് കിട്ടും. ഇപ്പോൾ കിട്ടിയത് എന്താണ്, നമ്പർ ഓഫ് ആളുകളുടെ റേഷ്യോ ആണ്. കട്ട് ചെയ്ത് കളയുമ്പോൾ 1:5 എന്നാണ് നമുക്ക് റേഷ്യോ കിട്ടുക. ഓക്കെ അല്ലേ. അപ്പോൾ ടെക്നീഷ്യൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള റേഷ്യോ എന്ന് പറയുന്നത് 1 ആണ്. അതേപോലെ ബാക്കിയുള്ള ആളുകളുടെ റേഷ്യോ എന്ന് പറയുന്നത് 5 ആണ്. ടെക്നീഷ്യൻ്റെ ആക്ച്വൽ നമ്പർ ഓഫ് പീപ്പിൾ നമുക്കറിയാമല്ലോ, എത്രയാണ്, 5 ആണ്. അപ്പോൾ 1 യൂണിറ്റ് എന്ന് പറയുന്നത് 5 ആയി. ടോട്ടലാണ് കാണേണ്ടത്. ടോട്ടൽ എത്രയാണ്, 1 + 5 6 യൂണിറ്റ് ആണ്. 6 യൂണിറ്റ് എന്ന് പറയുമ്പോൾ 1 യൂണിറ്റ് 5 ആണെങ്കിൽ 6 യൂണിറ്റ് 6 × 5 = 30. അപ്പോൾ ടോട്ടൽ എത്ര പേരുണ്ട്, 30 പേരാണ് ഈ പറയുന്ന കമ്പനിയിലുള്ളത്. അടുത്ത ദിവസത്തിലേക്ക് പോകാം. There are 3 papers in an examination. Mark obtained by 4 students have been tabulated below. Who are the students who got the highest mark in P1, P2 and P3 respectively? 3 സബ്ജക്റ്റ് ഉണ്ട്, P1, P2, P3. അപ്പോൾ അതിൽ 4 കുട്ടികൾക്ക് കിട്ടിയേക്കുന്ന മാർക്കാണ് തന്നിട്ടുള്ളത്. ഓരോ സബ്ജക്റ്റിലും ടോപ്പർ ആയിട്ടുള്ളത് ആരാണെന്ന് നോക്കിയാൽ മതി. P1 ഏറ്റവും കൂടുതൽ മാർക്ക് എത്രയാണ്, 82 ആണ്. അത് മേടിച്ചേക്കുന്നത് വിശാലാണ്. അപ്പോൾ വിശാലാണ് P1 എന്ന് പറയുന്ന സബ്ജക്റ്റിൽ ടോപ്പ് അയക്കുന്നത്. അടുത്തത് P2 മാക്സിമം മാർക്ക് 89. വിരാജ് ആണ് മേടിച്ചേക്കുന്നത്. അപ്പോൾ രണ്ടാമത്തെ സബ്ജക്റ്റിലെ ടോപ്പർ വിരാജ് ആണ്. P3 എത്രയാണ് ടോപ്പർ,
86 അതും ആര് തന്നെയാണ്? വിരാജാണ്. അപ്പോൾ P1 എന്ന് പറയുന്ന സബ്ജക്റ്റിൽ വിശാലും P2 P3യിലും വിരാജുമാണ് ടോപ്പ് സ്കോറേഴ്സ്. അടുത്ത ദിവസത്തിലേക്ക് പോകാം. A tradesman marks his goods at 26% above the cost price. He allows his customers a discount of 12% on the marked price. His profit percentage is ഒരു കച്ചവടക്കാരൻ അദ്ദേഹത്തിൻ്റെ സാധനങ്ങളുടെ വില കോസ്റ്റ് പ്രൈസിനേക്കാളും 26% കൂട്ടിയിട്ടാണ് മാർക്ക് ചെയ്തേക്കുന്നത്. എന്നിട്ട് ഈ ഒരു മാർക്ക് പ്രൈസിൽ നിന്ന് എത്ര ശതമാനം ഡിസ്കൗണ്ട് കൊടുക്കുന്നുണ്ട്? 12% ഡിസ്കൗണ്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വിൽക്കുകയാണെങ്കിൽ ടോട്ടൽ വരുന്ന പ്രോഫിറ്റ് ഇതാണ് നമുക്ക് കാണേണ്ടത്. അപ്പോൾ ആദ്യം കോസ്റ്റ് പ്രൈസ് അതിനേക്കാൾ എത്ര കൂടുതലാണ് മാർക്ക് പ്രൈസ്? 26% കൂടുതലാണ് മാർക്ക് പ്രൈസ്. അതിൽ നിന്ന് സെല്ലിംഗ് പ്രൈസ് എത്ര വരും? ഡിസ്കൗണ്ടാണ്, അതായത് 12% കുറച്ചിട്ടാണ് വിൽക്കുന്നത്. അപ്പോൾ ഈ ടോട്ടൽ വരുന്ന പ്രോഫിറ്റ് കാണാൻ വേണ്ടിയിട്ട് നമുക്ക് ഏത് ഇക്വേഷൻ യൂസ് ചെയ്താൽ മതി? A+B+AB/100 യൂസ് ചെയ്താൽ മതി. അപ്പോൾ അതിലെന്താ വ്യത്യാസം വരുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡിസ്കൗണ്ടിൻ്റെ വാല്യൂ എങ്ങനെ വരും? -12 എന്ന് വരും. കാരണം ഡിസ്കൗണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ മാർക്ക് പ്രൈസിനേക്കാൾ 12% കുറച്ചിട്ടാണ് വിൽക്കുന്നത്. അതുകൊണ്ടാണ് അവിടെ ഒരു നെഗറ്റീവ് സൈൻ വരിക. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ അതായത് A+B+AB/100 ആണ് ഇക്വേഷൻ. നമ്മൾ ഓരോ വാല്യൂസും സൈൻ അനുസരിച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് 26 - 12 + AB എന്നാണ് വരിക. പക്ഷേ -12 ഉള്ളതുകൊണ്ട് എന്ത് വരും? -26 × 12/100. 26 നിന്ന് 12 കുറച്ച് കഴിഞ്ഞാൽ 14 - 31.2. 14 നിന്ന് 3.12 കുറച്ച് കഴിഞ്ഞാൽ എത്ര ആൻസർ വരിക? 10.88%. ഓപ്ഷൻ നമ്പർ 1. ക്ലിയർ ആയല്ലോ? അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ പ്രൈം നമ്പർ? താഴെ തന്നിരിക്കുന്ന 4 സംഖ്യകളിൽ ഏതാണ് പ്രൈം നമ്പർ? പ്രൈം നമ്പർ എന്ന് വെച്ചാൽ എന്താണ്? പ്രൈം നമ്പർ എന്ന് പറയുന്ന സംഖ്യയ്ക്ക് ആ സംഖ്യയും ഒന്നും അല്ലാതെ, അതായത് ആ സംഖ്യയും 1ഉം അല്ലാതെ വേറെ ഫാക്ടേഴ്സ് ഒന്നും വരില്ല. അതിനെയാണ് നമ്മൾ പ്രൈം നമ്പേഴ്സ് എന്ന് പറയാം. അപ്പോൾ എന്തായാലും ഇരട്ട സംഖ്യകളൊന്നും പ്രൈം നമ്പേഴ്സ് അല്ല, എക്സെപ്റ്റ് 2. അപ്പോൾ ഓപ്ഷൻ നമ്പർ 2ഉം പോയി 4ഉം പോയി. കാരണം എന്താ? ഇത് 2 ഇരട്ട സംഖ്യകളാണ്. അപ്പോൾ 1ഉം ഈ ഒരു സംഖ്യയും അല്ലാതെ 2 എന്തായാലും അവരുടെ ഫാക്ടറാണ്. പിന്നെ വരുന്നത് 39 ആണ്. 39 എന്തിൻ്റെ മൾട്ടിപ്പിളാണ്? 3ൻ്റെ മൾട്ടിപ്പിളാണ്. 3 × 13 ആണ് 39. അപ്പോൾ അതുമല്ല. പിന്നെ ആരെയുള്ളൂ? 89 ആണ് തന്നിരിക്കുന്നതിൽ പ്രൈം നമ്പർ. അടുത്തത്, എ മിക്സ്ചർ മാർക്ക്ഡ് അറ്റ് ₹2300 ഈസ് സോൾഡ് ഫോർ ₹2024. വാട്ട് ഈസ് ദ പെർസെൻറ്റേജ് ഓഫ് ഡിസ്കൗണ്ട്? ഈ 2300 മാർക്ക് ചെയ്ത് വെച്ചേക്കുന്ന ഒരു മിക്സർ എന്ത് ചെയ്യാണ്? 2024 രൂപയ്ക്കാണ് സെൽ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഡിസ്കൗണ്ട് പെർസെൻറ്റേജ് എത്രയാണെന്ന് വെച്ചേക്കുന്നത്? എങ്ങനെ ഡിസ്കൗണ്ട് പെർസെൻറ്റേജ് കാണുന്നത്? ഡിസ്കൗണ്ട് പെർസെൻറ്റേജ് ഈസ് ഈക്വൽ ടു മാർക്ക്ഡ് പ്രൈസ് മൈനസ് സെല്ലിംഗ് പ്രൈസ് ഡിവൈഡഡ് ബൈ മാർക്ക്ഡ് പ്രൈസ് ഇൻറ്റു 100. എത്രയൊക്കെ മാർക്ക്ഡ് പ്രൈസ്? 2300 മൈനസ് 2024. അപ്പോൾ 276 എന്നാണ് നമുക്ക് ന്യൂമറേറ്ററിൽ വരിക. 276/2300 ഇൻറ്റു 100. 0യും 0യും ക്യാൻസൽ ചെയ്തു. ഇനി യൂണിറ്റ് ഡിജിറ്റ് നോക്കിയാൽ മതി, ഫുൾ ഡിവൈഡ് ചെയ്ത് നോക്കേണ്ട കാര്യമില്ല. കാരണം എല്ലാ ഓപ്ഷൻ്റെ യൂണിറ്റ് ഡിജിറ്റ് ഡിഫറെൻ്റ് ആണ്. അപ്പോൾ 3നെ എന്ത് വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്താലാണ് നമുക്ക് ലാസ്റ്റ് ഡിജിറ്റ് 6 വരിക? 3 × 2 അല്ലേ 6. അപ്പോൾ 2 ലാസ്റ്റ് വരുന്ന ഓപ്ഷൻ ഏത് മാത്രമേ ഉള്ളൂ? ഓപ്ഷൻ നമ്പർ 4 മാത്രമേ ഉള്ളൂ. അപ്പോൾ ആൻസർ എത്രയായിരിക്കും? 12% ആയിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ, x⁴ plus x⁻⁻4 is equal to 47. x greater than 0, then find the value of x plus 1/x minus 2. ഇത് ഓൾജിബ്രയിലെ ക്വസ്റ്റ്യൻ ആണ്. x⁴ plus 1 x⁻⁻4 എങ്ങനെ എഴുതാം? x⁴ plus 1/x⁴ ഈക്വൽ ടു 47. ഇതിൽ നിന്ന് x plus 1/x ആണ് കാണേണ്ടത്. അപ്പോൾ ഇതിനെ ഡയറക്റ്റ്ലി നമുക്ക് x⁴ x ആക്കാൻ പറ്റില്ല, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആക്കാനേ പറ്റുള്ളൂ. അപ്പോൾ x⁴ ആദ്യം എന്താക്കാൻ പറ്റും? അതായത് x² plus 1/x² ആക്കാം. ഇതാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി? ഇത് x⁴ plus 1/x⁴ 47 അല്ലേ? ഈ നമ്പറിനോട് 2 ആഡ് ചെയ്യുക, അതിൻ്റെ സ്ക്വയർ റൂട്ട് എടുക്കുക. അപ്പോൾ എത്രയായി? 49 വരും. റൂട്ട് ഓഫ് 49 എത്രയാണ്? 7 ആണ്. എഗെയിൻ
ഇനി എക്സ് പ്ലസ് 1/x ചെയ്യുക. എങ്ങനെ തന്നെ ചെയ്യണം? ഇതേപോലെ തന്നെ ചെയ്യണം. x² + 1/x² വാല്യൂ എന്താണോ അതിനോട് 2 കൂട്ടുക. അപ്പോൾ കിട്ടുന്ന വാല്യൂവിൻ്റെ സ്ക്വയർ റൂട്ട് എടുക്കുക. 9 ആണ് കിട്ടുന്നത്. 9ൻ്റെ സ്ക്വയർ റൂട്ട് എന്ന് പറയുന്നത് 3 ആണ്. അപ്പോൾ x + 1/x, അതായത് ഈ ടേം കിട്ടി 3. 3 2 പോയി കഴിഞ്ഞാൽ എത്രയാണ്? 1 ആണ്. ഓപ്ഷൻ നമ്പർ 1 ആണ് ആൻസർ. ക്ലിയർ ആയല്ലോ? സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് ചെയ്യേണ്ടത്. അടുത്തത് 2 trains A and B having the length 195 meter and 165 meter respectively are running in the same direction on parallel lines. If the speed of A and B be 77 km per hour and 85 km per hour respectively, what will be the time in seconds taken by them to cross each other? 2 ട്രെയിൻ ഉണ്ട്, എയും ബിയും. അവരുടെ ലെങ്ത് 195 മീറ്ററും അതേപോലെ 165 മീറ്ററും ആണ്. ഇവർ ഒരേ ഡയറക്ഷനിൽ കൂടിയാണ് റൺ ചെയ്യുന്നത്. സ്പീഡ് തന്നിട്ടുണ്ട് 77 km per hour 85 km per hour. അങ്ങനെയാണെങ്കിൽ ഇവർ ക്രോസ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് എത്ര സമയം എടുക്കും? സെക്കൻഡ്സിലാണ് കാണേണ്ടത്. അപ്പോൾ എങ്ങനെയാണ് സമയം കാണുന്നത്? ടൈം ഇസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ സ്പീഡ് എന്നാണ്. അപ്പോൾ ഇവിടെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്താ? 2 ട്രെയിനിൻ്റെ ലെങ്ത്തിനെയാണ് നമ്മൾ ഡിസ്റ്റൻസ് എന്ന് പറയുക. അപ്പോൾ L1 + L2 ഡിവൈഡ് ബൈ സ്പീഡ്. എന്ത് സ്പീഡാണ്? റിലേറ്റീവ് സ്പീഡാണ്. അപ്പോൾ ഇവർ ഒരേ ഡയറക്ഷനിലേക്ക് പോകുന്നതുകൊണ്ട് റിലേറ്റീവ് സ്പീഡ് എങ്ങനെ വരും? 2 പേരുടെയും സ്പീഡിൻ്റെ ഡിഫറൻസ്, അതായത് S2 - S1 അല്ലെങ്കിൽ S1 - S2. ഏതിനാണ് സ്പീഡ് കൂടുതൽ അതിൽ നിന്ന് സ്പീഡ് കുറഞ്ഞ ട്രെയിനിൻ്റെ സ്പീഡ് കുറയ്ക്കുക. ചെയ്യുമ്പോൾ 195 + 165 ഡിവൈഡഡ് ബൈ S1 - S2. 85 - 77 പോയി കഴിഞ്ഞാൽ എത്രയാണ്? 8 ആണ്. പക്ഷേ 8 എന്താണ്? km/h ആണ്. നമുക്ക് ലെങ്ത്ത് തന്നേക്കുന്നത് മീറ്ററിലാണ്, സമയം കണ്ടുപിടിക്കേണ്ടത് സെക്കൻഡിലാണ്, സ്പീഡ് മാത്രം km/h. അപ്പോൾ ടൈം ആൻഡ് വർക്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് യൂണിറ്റ് കൺവേർഷൻ ആണ്. അപ്പോൾ km/h മീറ്റർ/സെക്കൻഡ് ആക്കി മാറ്റാനായിട്ട് എന്ത് ചെയ്താൽ മതി? × 5/18 ചെയ്താൽ മതി. അപ്പോൾ × 5 ചെയ്തു, /18 മുകളിലേക്ക് പോയി. അപ്പോൾ എത്ര വന്നു? 360 × 18/8 × 5. 2 വെച്ച് കട്ട് ചെയ്താൽ 4, 9, 90, 18. 18 × 9 എത്രയാണ്? 162. ഓപ്ഷൻ നമ്പർ 3. 162 സെക്കൻഡ്സ് ആണ് ഈ 2 ട്രെയിനും ക്രോസ് ചെയ്ത് പോകാൻ എടുക്കുന്ന സമയം. അടുത്ത ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ ഇയർ ഇൻ വിച്ച് ലീസ്റ്റ് നമ്പർ ഓഫ് ട്രീസ് ആർ എക്സ്ഡ്. അതായത് നമുക്ക് ഗ്രാഫ് തന്നിട്ടുണ്ട്. ഇതിൽ 4 സിറ്റീസ്, ഛത്തീസ്ഗഡ്, അഹമ്മദാബാദ്, പൂനെ, കൊൽക്കത്ത. അപ്പോൾ ഈ 4 സിറ്റിയിലും ഓരോ വർഷവും കട്ട് ചെയ്തേക്കുന്ന മരങ്ങളുടെ എണ്ണമാണ് നിൽക്കുന്നത്. 2016, 17, 18, 19, 20. അപ്പോൾ കൂട്ടത്തിൽ ഏറ്റവും കുറവ് മരങ്ങൾ മുറിച്ചിരിക്കുന്നത് ഏത് സിറ്റിയിൽ നിന്നാണെന്ന് കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ എന്ത് ചെയ്താൽ മതി? 2016 ആണെങ്കിൽ 4 സിറ്റികളെയും കൂടി വാല്യൂസ് ആഡ് ചെയ്യുക. 17 ഇതുപോലെ ആഡ് ചെയ്യുക. അപ്പോൾ ആഡ് ചെയ്ത് വരുമ്പോൾ ഏറ്റവും ലീസ്റ്റ് കിട്ടുന്നതായിരിക്കും ആൻസർ. അപ്പോൾ നമ്മളിത് ആഡ് ചെയ്ത് വരുമ്പോൾ 2019 വാല്യൂ ആയിരിക്കും ഏറ്റവും കുറവ്. അപ്പോൾ അവിടെയാണ് ഏറ്റവും കുറവ് മരങ്ങൾ മുറിച്ചത്. അടുത്ത ക്വസ്റ്റ്യൻ, the cost of 2 varieties of tea is ₹300 and ₹375 respectively. If both varieties of tea are mixed together in the ratio 3:2, then what should be the price of mixed variety of tea per kg? 2 ടൈപ്പ് ഓഫ് ടീ ഉണ്ട്. ഒന്നിൻ്റെ വില 300 രൂപയും ഒന്നിൻ്റെത് 375 രൂപയാണ്. ഇവരെ 3:2 എന്ന് പറയുന്ന റേഷ്യോയിൽ മിക്സ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ ആ മിക്സ്ചറിന് എത്ര രൂപയായിരിക്കും വരുന്നത്? അതെങ്ങനെ ചെയ്താൽ മതി? അലിഗേഷൻ ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ നേരത്തെ ആവറേജിൻ്റെ ക്വസ്റ്റ്യൻ അലിഗേഷൻ ചെയ്തപ്പോൾ എങ്ങനെയായിരുന്നു? ആദ്യത്തെ ഒരു ടീമിൻ്റെ ആവറേജ്, രണ്ടാമത്തെ ടീമിൻ്റെ ആവറേജ്, ആ ഫുൾ ടീമിൻ്റെ മൊത്തത്തിലുള്ള ആവറേജ്. അപ്പോൾ നമുക്ക് കിട്ടിയത് ആ നമ്പർ ഓഫ് ആളുകളുടെ റേഷ്യോ ആയിരുന്നു. അതേപോലെ നമ്മളിവിടെ ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? ആദ്യത്തെ വെറൈറ്റിയുടെ റുപ്പീസ് 300 രൂപ, രണ്ടാമത്തെ ടീ വെറൈറ്റിയുടെ പൈസ 375 രൂപ, നടുക്കത്തെ വാല്യൂ ആണ് നമുക്കറിയില്ലാത്തത്. ആ കേസിൽ നമുക്ക് എന്തായിരുന്നു? ആ ടോട്ടൽ ആവറേജ് അറിയായിരുന്നു. ഈ റേഷ്യോ ആയിരുന്നു കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ നമുക്ക് റേഷ്യോ വന്നിട്ടുണ്ട്, പകരം നടുക്കത്തെ വാല്യൂ അറിയില്ല, അതായത് മിക്സ്ചറിൻ്റെ വാല്യൂ അറിയില്ല. 3:2 അത് മിക്സ് ചെയ്തേക്കുന്നത്. ഇനി എന്ത് ചെയ്താൽ മതി? ഇത് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്യുക, ഇത് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്യുക, ഡിവൈഡഡ് ബൈ ഫുൾ, അതായത് ടോട്ടൽ 3 + 2 5. അപ്പോൾ 300 × 2 + 300 × 3 + 375 × 2 ഡിവൈഡഡ് ബൈ 5. അപ്പോൾ എത്ര വരും ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഫൈനൽ ആൻസർ?
₹330. അപ്പോൾ ഇവിടെ ആയിരിക്കും 330 വരുന്നത്. അതായത് ആ മിക്സ്ചറിൻ്റെ പ്രൈസാണ് എത്ര? 330 രൂപ. ക്ലിയർ ആണല്ലോ? അടുത്ത ക്വസ്റ്റ്യൻ, ഓൺ എ സർട്ടൻ സം ദ ഡിഫറൻസ് ബിറ്റ്വീൻ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആൻഡ് സിമ്പിൾ ഇൻട്രസ്റ്റ് അറ്റ് 10% per annum ഫോർ 2 years ഈസ് ₹250. ദ സം ഈസ്. എത്രയോ സം കോമ്പൗണ്ട് ഇൻട്രസ്റ്റിലും സിമ്പിൾ ഇൻട്രസ്റ്റിലും ഇൻവെസ്റ്റ് ചെയ്തു. 10% പലിശ, 2 വർഷത്തേക്കാണ് ഇൻവെസ്റ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ കോമ്പൗണ്ട് ഇൻട്രസ്റ്റും സിമ്പിൾ ഇൻട്രസ്റ്റും തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്? 250 രൂപയാണ് എങ്കിൽ പ്രിൻസിപ്പൾ കാണുക. അപ്പോൾ ഈ കേസിൽ പ്രിൻസിപ്പൾ ഡിഫറൻസ് കാണാൻ വേണ്ടിയിട്ടുള്ളൊരു ഇക്വേഷനാണ്. ഡിഫറൻസ് എന്ന് പറയുന്നത് കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൻ്റെയും സിമ്പിൾ ഇൻട്രസ്റ്റിൻ്റെയും ഡിഫറൻസ് ഈക്വൽ ടു PR²/100². പക്ഷേ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ഒരു ഇക്വേഷൻ 2 ഇയേഴ്സിൻ്റെ കേസിൽ മാത്രമാണ് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. 3 ഇയേഴ്സിൻ്റെ കേസിലോ അല്ലെങ്കിൽ 4 ഇയേഴ്സിൻ്റെ കേസിലോ വേറെ ഒന്നുമില്ല അപ്ലൈ ചെയ്യാൻ പറ്റില്ല. 2 വർഷത്തിൻ്റെ കേസിൽ മാത്രമാണ് ഇത് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അത് ഓർത്തിരിക്കുക. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ 250 രൂപയാണ് വ്യത്യാസം. പി നമുക്കറിയില്ല. പി എന്ന് പറയുന്നതാണ് പ്രിൻസിപ്പൽ, അതായത് നമ്മൾ എത്രയാണോ ഇൻവെസ്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ എത്രയാണോ കടം എടുക്കുന്നത് അതാണ് പ്രിൻസിപ്പൽ. 6 റേറ്റ് 10% ആണ്. 10 × 10 ഡിവൈഡഡ് ബൈ 100². ഒരു 100 കട്ട് ചെയ്ത് പോയി. അപ്പോൾ പി എത്ര വന്നു? 25,000 രൂപ. ഓപ്ഷൻ നമ്പർ 4. ഓക്കെ അല്ലേ? അപ്പോൾ ഈ ഇക്വേഷൻ ശ്രദ്ധിക്കുക. 2 വർഷത്തിൻ്റെ കേസിൽ മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അടുത്തത്, ഓൺ എ സ്ട്രേറ്റ് റോഡ് എ ബസ് ഈസ് 30 kilometers ahead of a car traveling in the same direction. After 3 hours, the car is 60 kilometers ahead of the bus. If the speed of the bus is 42 kilometers per hour, then find the speed of the car. ഓക്കെ, നമ്മൾ ഈ സംഭവം പറഞ്ഞു തുടങ്ങുന്ന സമയത്ത് ബസ്സിൻ്റെക്കാളും എത്ര കിലോമീറ്റർ? 30 കിലോമീറ്റർ പുറകിലാണ് കാറുള്ളത്. 3 മണിക്കൂറിന് ശേഷം കാർ എന്ത് ചെയ്യാണ്? ബസ്സിനെ ഓവർടേക്ക് ചെയ്തിട്ട് 60 കിലോമീറ്റർ മുന്നിലേക്ക് പോയി. അങ്ങനെയാണെങ്കിൽ കാറിൻ്റെ സ്പീഡ് കാണണം. ബസ്സിൻ്റെ സ്പീഡ് തന്നിട്ടുണ്ട് 42 കിലോമീറ്റർ പെർ അവർ. ഓക്കെ, അപ്പോൾ തുടക്കം ബസ് ഇവിടെ നിൽക്കുകയാണ്. കാറ് എത്ര കിലോമീറ്റർ പുറകിലാണ്? 30 കിലോമീറ്റർ പുറകിലാണ്. അത് കഴിഞ്ഞ് 3 മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും കാർ എവിടെ എത്തി? ബസ്സിനേക്കാളും 60 കിലോമീറ്റർ മുന്നിലേക്ക് പോയി. എത്ര മണിക്കൂറും കൊണ്ട്? 3 മണിക്കൂറും കൊണ്ട്. അപ്പോൾ ടൈം കാണുന്ന ഇക്വേഷൻ എന്താ? ടൈം ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ സ്പീഡ്. ഇവിടെ എങ്ങനെ സ്പീഡ് വരിക? റിലേറ്റീവ് സ്പീഡാണ്. റിലേറ്റീവ് സ്പീഡ് എങ്ങനെ വരും? ഇവർ രണ്ടുപേരും നമ്മൾ ആ ട്രെയിനിൻ്റെ കേസ് പറഞ്ഞ പോലെ തന്നെ ഒരേ ഡയറക്ഷനിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? രണ്ടുപേരുടെയും സ്പീഡ് കുറയ്ക്കണം. കൂട്ടത്തിൽ ആർക്കായിരിക്കും സ്പീഡ് കൂടുതൽ? കാർ ആദ്യമേ പുറകിലായിരുന്നു, പിന്നെ ബസ്സിനെ ഓവർടേക്ക് ചെയ്ത് പോയി എന്ന് പറയുമ്പോൾ ആർക്കായിരിക്കും സ്പീഡ് കൂടുതൽ? കാറിനായിരിക്കും സ്പീഡ് കൂടുതൽ. അപ്പോൾ കാറിൻ്റെ സ്പീഡ് മൈനസ് ബസ്സിൻ്റെ സ്പീഡ് ഈക്വൽ ടു ഡിസ്റ്റൻസ് എത്ര ടോട്ടൽ? ഈ 30ഉം ഇവിടുത്തെ 60ഉം 90 കിലോമീറ്റർ ആണ് ടോട്ടൽ ടൈം. സ്പീഡ് കാറിൻ്റെ നമുക്കറിയില്ല, എക്സ് നിട്ടു. ബസ്സിൻ്റെത് 72 കിലോമീറ്റർ ആണ്. ടൈം 3 hours ആണ്. അപ്പോൾ 3 വെച്ചിട്ട് കട്ട് ചെയ്തപ്പോൾ 30 എന്ന് വന്നു. അപ്പോൾ 30 ഈക്വൽ ടു എക്സ് മൈനസ് 72. അല്ലെങ്കിൽ എക്സ് എത്രയാണ്? 42 ആണ് ബസ്സിൻ്റെ സ്പീഡ്. അപ്പോൾ എക്സിൻ്റെ വാല്യൂ എത്ര വരും? 30 + 42 ഈക്വൽ ടു 72 കിലോമീറ്റർ പെർ അവർ. ഓപ്ഷൻ നമ്പർ 1. ക്ലിയർ ആയല്ലോ? അടുത്തത്, എ തീഫ് ഈസ് സ്പോട്ടഡ് ബൈ എ പോലീസ്മാൻ ഫ്രം എ ഡിസ്റ്റൻസ് ഓഫ് 250 meters. When the policeman starts a chase, the thief also starts running. Assuming that the speed of the thief is 10 kilometers per hour and that of the police is 12 kilometers per hour, how far would the thief have run before he is caught? ഒരു പോലീസും തീഫും അവർ ചേസിങ്ങിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇവർ പോലീസ് തീഫിനെ കാണുന്ന സമയത്ത് പോലീസിനേക്കാളും 250 meter മുന്നിലാണ് ആരുള്ളത്? തീഫുള്ളത്. അപ്പോൾ പോലീസ് തീഫിനെ പിടിക്കാൻ വേണ്ടിയിട്ട് ചേസ് സ്റ്റാർട്ട് ചെയ്തു. അതേസമയം തന്നെ തീഫും ആ പോയിന്റിൽ നിന്ന് റൺ ചെയ്യാണ്. രണ്ടുപേരുടെയും സ്പീഡ് വന്നിട്ടുണ്ട് 12 കിലോമീറ്റർ പെർ അവറും 10 കിലോമീറ്റർ പെർ അവറും. അങ്ങനെയാണെങ്കിൽ പോലീസ് കള്ളനെ പിടിക്കുന്നതിന് മുന്നേ തീഫ് എത്ര ദൂരം റൺ ചെയ്തിട്ടുണ്ട്? ഇതാണ് കാണേണ്ടത്. അപ്പോൾ എന്ത് ചെയ്യാം? നമുക്ക് 2 രീതിയിൽ ചെയ്യാം. ഒന്നല്ലെങ്കിൽ ആദ്യം സമയം കാണാം. സമയം കിട്ടിക്കഴിഞ്ഞാൽ ടൈം ഇൻറ്റു സ്പീഡ് ചെയ്ത് കഴിഞ്ഞാൽ ഡിസ്റ്റൻസ് കിട്ടും. അപ്പോൾ ആ രീതിയിൽ ആദ്യം ചെയ്യാം. ടൈം ഇസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ സ്പീഡ്, എഗെയിൻ റിലേറ്റീവ് സ്പീഡാണ്. ഒരേ ഡിറക്ഷനിലേക്ക് ആയതുകൊണ്ട് എങ്ങനെയായിരിക്കും വരിക? S1 മൈനസ് S2, അല്ലെങ്കിൽ പോലീസിൻ്റെ സ്പീഡ് മൈനസ് തീഫിൻ്റെ സ്പീഡ്. അപ്പോൾ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്താ? ഈ ഒരു ചേസിങ് സ്റ്റാർട്ട് ചെയ്യുന്ന
സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ ഇവർ തമ്മിൽ എത്ര ഡിസ്റ്റൻസ് ദൂരം ഉണ്ടായിരുന്നു, അതാണ് നമ്മൾ ഡി ആയിട്ട് എടുക്കുന്നത്. എത്ര വ്യത്യാസം ഉണ്ടായിരുന്നു? 250 മീറ്റർ ഡിവൈഡഡ് ബൈ സ്പീഡ് 12 കിലോമീറ്ററും 10 കിലോമീറ്ററുമാണ്. അപ്പോൾ 2 km/h ആണ് കിട്ടുക. ഓപ്ഷൻ എങ്ങനെയാണ്? ഡിസ്റ്റൻസ് കിലോമീറ്ററിലാണ്. എന്ത് മാത്രമേ മീറ്ററിലുള്ളൂ? ഈ 250 മാത്രമേ മീറ്ററിലുള്ളൂ. അപ്പോൾ അതിനെന്ത് ചെയ്താൽ മതി? കിലോമീറ്ററിലേക്ക് മാറ്റാം. മീറ്ററിനെ കിലോമീറ്ററിലേക്ക് മാറ്റാൻ വേണ്ടി എന്ത് ചെയ്യണം? ഡിവൈഡഡ് ബൈ 1000. ഓക്കെ, അപ്പോൾ 1000 വെച്ചിട്ട് ഡിവൈഡ് ചെയ്തു. എത്ര വന്നു? 1/8 hours. പോലീസ് കള്ളനെ പിടിക്കുന്നേക്കാളും മുന്നേ കള്ളൻ എത്ര മണിക്കൂർ ഓടുന്നുണ്ട്? 1/8 hours. അപ്പോൾ ടൈമായി. അങ്ങനെയെങ്കിലും ഡിസ്റ്റൻസ് കാണാൻ എന്ത് ചെയ്താൽ മതി? ടൈം ഇൻറ്റു സ്പീഡ്. 1/8 ഇൻറ്റു സ്പീഡ് 10 ആണ്. അപ്പോൾ 5/4 എന്ന് പറയുന്നത് 1.25 കിലോമീറ്റർ. ഓപ്ഷൻ നമ്പർ 3. ഇത് ഒരു മെത്തേഡ്. ഇല്ലെങ്കിൽ നമുക്ക് റേഷ്യോ മെത്തേഡിൽ ടൈം കോൺസ്റ്റൻ്റ് എന്നുള്ള കൺസെപ്റ്റ് വെച്ചിട്ട് ചെയ്യാം. അതെങ്ങനെ ടൈം കോൺസ്റ്റൻ്റ് ആവുക? രണ്ടുപേരും 1/8 hours ഓടുന്നല്ലേ നമ്മൾ കണ്ടുപിടിച്ചത്. അപ്പോൾ ടൈം എന്താണ്? കോൺസ്റ്റൻ്റ് ആണ്. സ്പീഡ് ഇസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം. പോലീസും കള്ളനും ഒരേ സമയത്താണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒരേ 1/8 hours കഴിഞ്ഞപ്പോൾ ക്യാച്ച് ചെയ്യുകയും ചെയ്തു. അപ്പോൾ അവരുടെ സമയം സെയിം ആണ്. അപ്പോൾ ടൈം കോൺസ്റ്റൻ്റ് ആണെങ്കിൽ സ്പീഡും ഡിസ്റ്റൻസ് നമ്മൾ റിലേഷൻ എങ്ങനെ വരും? സ്പീഡ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഡിസ്റ്റൻസ്. അപ്പോൾ സ്പീഡിൻ്റെ റേഷ്യോ തന്നെയായിരിക്കും എന്ത്? ഡിസ്റ്റൻസിൻ്റെ റേഷ്യോ. S1/S2 will be equal to D1/D2. S1/S2 അറിയാലോ, 10/12. കട്ട് ചെയ്യുകയാണെങ്കിൽ 5/6 എന്ന് വരും. അപ്പോൾ D1/D2 5/6 ആണ്. ഇത്രയും കിട്ടി. ഇനി ആദ്യം പോലീസ് ഇവിടെ, തീഫ് ഇവിടെ. ഈ ഒരു പോയിന്റ് എത്തിക്കഴിഞ്ഞപ്പോൾ പോലീസും തീഫും പോലീസ് തീഫിനെ പിടിച്ചു. അപ്പോൾ ഈ ഒരു പോയിന്റിന് ശേഷം പോലീസ് ഓടുന്ന ദൂരവും തീഫ് ഓടുന്ന ദൂരവും എത്രയാ? സെയിം അല്ലേ? ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് പോലീസ് ഓടുന്നതും തീഫ് ഓടുന്നതും സെയിം ആണ്. അപ്പോൾ പോലീസ് തീഫിനേക്കാളും കൂടുതൽ ഓടുന്ന ദൂരം എന്ന് പറയുന്നത് എക്സ്ട്രാ വരുന്നത് എന്താ? ഈ തുടക്കം ഇവർ തമ്മിലുണ്ടായിരുന്ന ഡിസ്റ്റൻസ്, ആ ഡിസ്റ്റൻസിലെ ഡിഫറൻസ്, അതാണ് ഇവർ തമ്മിലുള്ള ഡിഫറൻസ്. 250 മീറ്റർ. മനസ്സിലാവുന്നുണ്ടോ? ഈ ഒരു പോയിന്റിൽ നിന്ന് പോലീസും തീഫും ഓടുന്ന ദൂരം എന്ന് പറയുന്നത് സെയിം ആണ്. അപ്പോൾ ഇവിടെ എ ആണ്, ഇത് ബി ആണെങ്കിൽ ഇവിടെ എത്തിക്കഴിഞ്ഞതിന് ശേഷം പോലീസ് ഓടുന്ന ദൂരവും തീഫ് ഓടുന്ന ദൂരവും എ ടു ബി സെയിം ആണ്. അപ്പോൾ ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസിൻ്റെ ഡിഫറൻസ് ആദ്യമേ ഉണ്ടായിരുന്ന ആ പറഞ്ഞിട്ടുള്ള 250 മീറ്ററാണ്. അതായത് 6ഉം 5 എന്തിൻ്റെ റേഷ്യോ ആണ്? D1/D2ൻ്റെ റേഷ്യോ ആണ്. അപ്പോൾ D1/D2 മൈനസ് D1, ഇവിടെ 1 യൂണിറ്റ് വരില്ലേ? അതായത് 6 - 5 = 1 യൂണിറ്റ്. 1 യൂണിറ്റ് എന്ന് പറയുന്നത് ഇവരുടെ ഡിസ്റ്റൻസിൻ്റെ ഡിഫറൻസാണ്. അത് എത്രയാണെന്ന് ഇപ്പോൾ പറഞ്ഞത്? 250 മീറ്റർ ആണെന്നാണ് പറഞ്ഞത്. അപ്പോൾ 1 യൂണിറ്റ് എന്തായി? 250 മീറ്ററായി. അപ്പോൾ ഇത് തീഫിൻ്റെ, ഇത് പോലീസിൻ്റെ അല്ലേ? തീഫിനായിരുന്നില്ലേ സ്പീഡ് കുറവ്? 10/12 10 ആരുടെ ആയിരുന്നു? തീഫിൻ്റെ ആയിരുന്നു. അപ്പോൾ ഡിസ്റ്റൻസ് D1/D2 5 ആരുടെയാണ്? തീഫിൻ്റെ ഡിസ്റ്റൻസ് ആണ് 5 യൂണിറ്റ്. നമ്മളോട് ചോദിച്ചു വെക്കുന്നത് പിടിക്കുന്നതിനേക്കാളും മുന്നേ തീഫ് എത്ര ദൂരം ഓടി? എത്ര ദൂരം ഓടി? 5 യൂണിറ്റ് ഓടി. 1 യൂണിറ്റ് 250 ആണെങ്കിൽ 5 യൂണിറ്റ് എത്ര വരും? 250 × 5. ഓക്കെ, ഇത്രയും യൂണിറ്റാണ് വരിക. ഇതെന്തിലാണ് വരുന്നത്? മീറ്ററിലാണ് വരുന്നത്. നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷൻസ് കിലോമീറ്ററിലായതുകൊണ്ട് ഇത് തന്നിരിക്കുന്നതിനെ നമ്മൾ 1000 വെച്ചിട്ട് ഡിവൈഡ് ചെയ്യുക ബൈ 1000. അപ്പോൾ നമുക്ക് എത്ര തന്നെ വന്നു? 5/4 എന്ന് വന്നു. അതായത് 1.25 കിലോമീറ്റർ. അപ്പോൾ ഏത് രീതിയിൽ വേണമെങ്കിലും ഈ ക്വസ്റ്റ്യൻ ചെയ്യാം. ക്ലിയർ ആയെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഫസ്റ്റത്തെ സെറ്റിൽ, അതായത് 50 ക്വസ്റ്റ്യനിൽ ആദ്യത്തെ 25 ക്വസ്റ്റ്യനാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്. അടുത്ത 25 ക്വസ്റ്റ്യനായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു.